ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുനെല്ലി അമ്പലത്തിൻ്റെ നേരെ മുമ്പിലാണ് ഉള്ളത്. ഏറ്റവും മുമ്പിൽ കയറുന്ന ഭാഗമാണ് ഈ പടി കാണുന്നത്. ഇങ്ങോട്ട് മുകളിൽ കയറി കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് പാപനാശിനിയിലേക്കും നേരിട്ട് പോവാം. അതെല്ലാം നമുക്ക് സൈഡിലുള്ള വഴി എടുത്തു പോവുകയാണെങ്കിൽ നേരെ തിരുനെല്ലി അമ്പലത്തിൻ്റെ നടേൻ്റെ മുമ്പ് തന്നെ എത്തിച്ചേരും. അപ്പോൾ E10C എല്ലാവർക്കും സ്വാഗതം. ഇത് തിരുനെല്ലി അമ്പലത്തിൻ്റെ പരിസരവും ഗസ്റ്റ് ഹൗസും ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരുനെല്ലി അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സൈഡ് കൂടെ ഈ കാണുന്ന ഷോപ്പിംഗ് ഏരിയ, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഭഗവാന്റെ ഫോട്ടോസും പിന്നെ അങ്ങനെ തോർത്തും മുണ്ടും എല്ലാം മേടിക്കാൻ ടോയ്സ് എല്ലാം കിട്ടും. ഈ ഷോപ്പിംഗ് ഏരിയൻ്റെ ഈ സൈഡ് കൂടെ ഇങ്ങനെ നമ്മൾ പോയി അങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റെപ്സ് കാണാം. അപ്പോൾ ആ സ്റ്റെപ്സ് കൂടെ കയറി കഴിഞ്ഞാൽ നേരെ അമ്പലത്തിൻ്റെ മുമ്പിൽ നടേൻ്റെ മുമ്പ് കയറും. അവിടെ നിന്ന് അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പാപനാശിനിയിലേക്കും കയറി ചെല്ലാം. അപ്പോൾ രണ്ട് വഴിയുണ്ട് പാപനാശിനിയിലേക്ക് പോകാൻ. ഒന്ന് നേരത്തെ നമ്മൾ കണ്ട ഇപ്പോൾ ഈ സ്റ്റെപ്സും ഉണ്ട്. പിന്നെ ഇനി നമ്മൾ ഈ ഷോപ്പിംഗ് കടകൾ മുമ്പ് കൂടെ പോയി സൈഡിൽ അങ്ങനെ സ്റ്റെപ്സ് കയറി കഴിഞ്ഞാൽ നട അവിടുന്ന് വേണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാം പാപനാശിനിയിലേക്ക്. അപ്പോൾ ഇത് പാപനാശിനിയിലേക്ക് പോകുന്ന വഴിയാണ്. തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ബാക്കിലേക്ക് ഇല്ല വഴിയാണ് ഇത്. പാവനാശിനിയിലേക്ക് പോകുന്ന വഴി ഇതാ ഈ കാണുന്ന ബാക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന ഇങ്ങനെ പാവനാശിനിയിലേക്ക് പോകും. ഈ സ്റ്റെപ്സ് അതും പാപനാശിനിയിലേക്ക് പോവാം. ഇതാണ് തിരുനെല്ലി ക്ഷേത്രം. നമ്മൾ സ്റ്റെപ്സ് കയറി നടേൻ്റെ മുമ്പിലെത്തി വലതുവശത്ത് തിരിഞ്ഞ് സൈഡിൽ കൂടെ വേണം പാപനാശിനിയിലേക്ക് പോകാൻ വേണ്ടി. ഇപ്പം ബലികർമ്മങ്ങളും എല്ലാം ചെയ്യേണ്ട ആൾക്കാർക്ക് നേരെ ഈ കാണുന്ന വഴി നേരെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ പാപനാശിനിയിലേക്ക് എത്തി. ഇങ്ങനെ ഉണ്ട് സ്റ്റെപ്സ് താഴെ ഇറങ്ങി പോകുന്നുണ്ട്. ആ കുന്നിൻ്റെ താഴേക്ക് അങ്ങോട്ടേക്കാണ് പോകണ്ട. അപ്പോൾ നമുക്ക് താഴെ പോവാം. അപ്പോൾ പാവനാശിനിയിലേക്ക് ഇതാ സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് ഇതാ നേരെ കാണുന്ന വഴി അങ്ങനെ പോവുക, നടക്കുക. അപ്പോൾ പോകുന്ന വഴിക്കൊരു കുളമുണ്ട്. അവിടെ ഒരു പൂജ ചെയ്യുന്ന ഒരു തറയുണ്ട്. കാണാൻ നിങ്ങൾക്ക് പൂജ ചെയ്യുന്ന ഒരു തറയുണ്ട് അവിടെ. വേനൽക്കാലം മെയ് മാസമാണിത്. അപ്പോൾ അത്ര വെള്ളമൊന്നുമില്ല. അപ്പോൾ പാവനാശിനിയിലേക്ക് പോകുന്ന വഴിയാണ് തിരുനെല്ലി പാവനാശിനി കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന കുളം എന്ന് പറയുമ്പോൾ പഞ്ചതീർത്ഥം എന്നാണ് ഇതിന് പറയുന്നത്. പഞ്ചതീർത്ഥം അത് കണ്ടോ, അവിടെ പൂജയും ചെയ്യുന്നുണ്ട്. തിരുനെല്ലി പാവനാശത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, ഒന്ന് വായിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ അങ്ങനെ നടന്നു വന്ന് അതിലേക്കൂടെ സ്റ്റെപ്സ് കയറണ്ട, സ്റ്റെപ്സ് കുറച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ചെറിയ കയറ്റം. ഇനി ഇങ്ങോട്ട് മുകളിലോട്ട് ആ കാണുന്ന അവിടെ തന്നെ കുറച്ച് പാറയും കാര്യങ്ങളിലായിട്ട് ഒരു 1-2 മിനിറ്റ് ഒരു കയറ്റം. പാവനാശിനി എത്തി. ഇതാണ് പാപനാശിനി. ഇതാ മലേൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഇങ്ങനെ
ഇറങ്ങി വരും. പക്ഷേ ഇപ്പം വേനൽ മെയ് മാസമായതുകൊണ്ട് വെള്ളമില്ല. ഏപ്രിൽ മെയിലൊന്നും വെള്ളം പ്രതീക്ഷിക്കേണ്ട, മഴക്കാണ് വെള്ളം ഉണ്ടാവുക. ഈ പാറക്കെട്ടിൻ്റെയും പാറയും കല്ലിൻ്റെ ഇടയിൽ കൂടെ എല്ലാം വെള്ളം വരുന്ന സ്ഥലങ്ങളാണ്. മലയിൽ നിന്ന് ഒലിച്ച് വരുന്ന വെള്ളം. ഇപ്പം വെള്ളമില്ല, മുകളിലോട്ടുണ്ടാവും കുറച്ച്. വഴിക്ക് കണ്ട ഒരു ചെറിയ ശിവക്ഷേത്രം, ഒന്ന് തൊഴുതു പോക്കുണ്ട് ആൾക്കാരവിടെ. പോകുന്ന വഴിക്കാണ്, അതുപോലെ വരുന്ന വഴിക്കും രണ്ടും ഒരേ സ്റ്റെപ്സ് ഇറങ്ങി സൈഡിൽ കൂടെ ഒരു വഴിയാണ് അത്. സ്വയം യദവശിഷ്ടരസം കൃതിഞ്ഞോ ദൃശ്യത്വജോഷോ മോജുസ്തരവോ യഥാര്യ വൃന്ദാവനം സതിഭുവോ വിതനോതി കീർത്യൻ യദ്ദേവകീസുതപദാംബുജലബ്ധലക്ഷ്മീ ഗോവിന്ദവേണുമനുമത്തമയൂരനൃത്യം പ്രഖ്യാനീയസൂയവസ കന്ദരകന്ദമൂലേ ഗാഗോപയൈരനുവനം നയതോരുനാര വേണുസ്വനേ കളവനേ. ഇത് അമ്പലത്തിൻ്റെ ഉള്ളിൽ, തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറേണ്ട മെയിൻ എൻട്രൻസ് ആണ്. മെയിൻ വഴി അല്ലെങ്കിൽ മെയിൻ എൻട്രൻസ് ഇത് കൂടെയാണ്. ഈ വഴിയാണ് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുക. അപ്പോൾ നമ്മൾ ഇതിലേ കൂടെ കയറി അവസാനം നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ആദ്യം കണ്ട സ്റ്റെപ്സ്, ഇതിലേ കൂടെ തന്നെ നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഇത് നമ്മൾ കയറി വരുമ്പോൾ ഇല്ല, അവിടെയുള്ള ഗസ്റ്റ് ഹൗസും ആ വഴിയെല്ലാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് തിരുനെല്ലി അമ്പലത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ സീ